ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 23/5 ഈ വ്യാഴാഴ്ച റിസൾട്ടായിട്ട് വരാണ്. നല്ലൊരു റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 10-15% വരെ റാലി പ്രതീക്ഷിക്കാവുന്ന ഒരു ഷെയറാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം പിക്കാണ്. ജനറൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു 3-4 മന്ത്സ് ബാക്ക് ഇട്ടിരുന്നു. ആ ഷെയർ 90-96 റുപ്പീസ് ട്രേഡ് ചെയ്യുമ്പം അതിൻ്റെ ഷോർട്ട് ടേം ടാർഗറ്റായ 147 റുപ്പീസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിനൊരു ലോങ് ടേം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ല ഫണ്ടമെൻ്റലി വെരി ഗുഡ് സ്റ്റോക്കാണ്. ഈവൻ ഒരു മൾട്ടിബാഗ് റിട്ടേൺ വരെ ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് IPOയിൽ വന്ന റേറ്റിൽ നിന്ന് എത്ര താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. IPO അപ്ലൈ ചെയ്ത ഒരുപാട് ആൾക്ക് നഷ്ടം സംഭവിച്ചൊരു കമ്പനിയും കൂടിയാണ് ഇൻഷുറൻസ് കമ്പനി. 2018 1:1 ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ചില ക്വാർട്ടേഴ്സിലും ചില ഇയേഴ്സിൽ കംപ്ലീറ്റ് വലിയ പെർഫോമൻസ് കാണിച്ചു വെക്കാത്തത് കൊണ്ടും തന്നെ ഈ ഷെയർ താഴോട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 1-2 ഇയേഴ്സിൽ വീണ്ടും ആ കമ്പനി അതിൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ലെവലിൽ തന്നെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടും നല്ലതായിരുന്നു. അതേ റിസൾട്ട് തന്നെ, അതേ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് തന്നെ ഈ മാർച്ച് ക്വാർട്ടറിലും കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ടൈം പിക്കായി ജനറൽ ഇൻഷുറൻസ് കമ്പനി എടുക്കുക. പിന്നെ നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടും അതിന് പിന്നത്തെ ക്വാർട്ടർ റിസൾട്ടും കൂടെ ഒക്കെ വാല്യൂ ചെയ്തിട്ട് അതിന് മൾട്ടിബാഗ് സ്റ്റോക്കാണോ ലോങ് ടേം സ്റ്റോക്കാണോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലെവലിൽ വളരെ അട്രാക്റ്റീവാണ് സ്റ്റോക്ക് കിടക്കുന്നത്. പി റേഷ്യോ, EPS മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ലെവലാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഷെയർ കിടക്കുന്നത്. ഇതിപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടതാണ്. ഇന്നും കൂടി കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. ഈ കമ്പനീൻ്റെ വർക്കിംഗ് ബിസിനസ് എന്താണെന്ന് വെച്ചാൽ റീ ഇൻഷുർ ചെയ്യുന്ന ബിസിനസ്സാണ്. ഇൻഷുറൻസ് കമ്പനി റീ ഇൻഷുറൻസ് ചെയ്യുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏക റീ ഇൻഷുറൻസ് കമ്പനിയാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനി. അതിന് വേറെ കോമ്പറ്റീഷൻസ് ഇല്ല. പിന്നെ എല്ലാ ഇൻഷുറൻസിനും, അതായത് അത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, മോട്ടോർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാ ഇൻഷുറൻസിനും റീ ഇൻഷുറൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റീസെൻ്റ്ലി അതിൻ്റെ വേറെ വശത്തെ ബിസിനസ്, ഓവർസീസ് ബിസിനസ്സും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റാണ് കാണിക്കുന്നത്. ലണ്ടനിൽ അവരെ ബ്രാഞ്ച് ഓഫീസുണ്ട്. സബ്സിഡീസ് യുണൈറ്റഡ് UK-യിലും സൗത്ത് ആഫ്രിക്കയിലും സബ്സിഡീസിൻ്റെ റീസെൻ്റ് റഷ്യയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർസീസ് ബിസിനസ് നല്ലൊരു ലാഭമാണ് ഇനി നെക്സ്റ്റ് ഇയേഴ്സിൽ കമ്പനി പ്രതീക്ഷിക്കുക. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ചീപ്പാണ് ഷെയർ. വളരെ ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഷെയറും കൂടെയാണ്. രണ്ട് വശങ്ങളിൽ കുറച്ച് സ്പെക്കുലേറ്റീവ് നേച്ചർ ഷെയറാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം 173 140 വന്നിട്ടായിരിക്കും തിരിച്ച് കയറാം. പക്ഷേ ഫണ്ടമെൻ്റലി നല്ല ഇപ്പോഴത്തെ വാല്യൂഷന് വളരെ അട്രാക്റ്റീവാണ്. 50 മേൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. പിന്നെ ഒരു ഗ്ലോബൽ റീ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിൽ നമ്പർ 1 അല്ല നമ്പർ 3 പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്ന കമ്പനി കൂടെയാണിത്. വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് 171 റുപ്പീസാണ്. ഞാൻ ഇന്നലെ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ഇന്നത്തെ റേറ്റ് 2 രൂപ കുറവാണ്, 171 റുപ്പീസ് ആണ്. ഇയർ ഹൈ 105, ഇയർ ലോ 204 അത് 191 കട്ട് ചെയ്താൽ ഈസിയിൽ അത് ഇയർ ഹൈ ആയ 204 കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പി റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പീൻ്റെ 1/3 ഉള്ളൂ. ഇൻഡസ്ട്രിയൽ പി 15.41 ഇപ്പോൾ ഈ ഷെയർ ട്രേഡ് ചെയ്യുന്നത് 5 PE ആണ്. EPS സൂപ്പർ EPS ആണ് 35 റുപ്പീസ്. അതായത് 243% ഇയർ ഗ്രോത്ത് ആണ് ഈ കമ്പനി കാണിച്ചത്. കഴിഞ്ഞ കൊല്ലം മുതലാണ് അത് വീണ്ടും ട്രാക്കിലേക്ക് വന്നത്. ബുക്ക് വാല്യൂ 164 റുപ്യാണ്. പിന്നെ പെട്രോസ്കി സ്കോറൊക്കെ 177 റുപ്പീസ് നല്ലതാണ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 86% പ്രൊമോട്ടേഴ്സിന് എടുത്താണ്. FIS എടുത്ത് 0.67 ഉള്ളൂ. അത് റീസിൽ ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു FIS ഒക്കെ ഒരു 3%-4% അടുത്തേക്കൊക്കെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 11% DISന് എടുത്താണുള്ളത്. ഈ DIS LIC ഏകദേശം 9% ഷെയർ, 8.66% ഷെയർ LIC ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഡിസംബറിൽ നല്ല ലാഭമാണ് കമ്പനി കാണിച്ചത്. അപ്പോൾ ഈ വ്യാഴാഴ്ച റിസൾട്ട് വരുന്നത്, വ്യാഴാഴ്ച റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. റിസൾട്ട് മുന്നേ തന്നെ ഒരു 191 ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം 171 റുപ്പീസ് 10% എന്ന് പറഞ്ഞാൽ 186 റുപ്പീസാണ്. 187-188 റുപ്പീസ് മുതൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 193 ലെവലിനുള്ളിൽ ബുക്ക് ചെയ്യുക. ഇനി റിസൾട്ട് വളരെ മോശമാണെങ്കിലും ഇത് നല്ല ബേസിക് നല്ല സ്ട്രോങ് കമ്പനിയാണ്. 147-146 താഴോട്ട് വരാനുള്ള ചാൻസ് ഇല്ല. ടെൻഷൻ അടിക്കാൻ ആവശ്യമൊന്നുമില്ല. നല്ല വാല്യൂഷനുള്ള കമ്പനിയാണ്.
അപ്പോൾ ഇത് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം, ബെറ്റ് ചെയ്യാം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യനെ ഒരു 191, 193 ടാർഗറ്റിലേക്ക് 187 മുതൽ തന്നെ നിങ്ങൾക്ക് പ്രോവിഷൻ ബുക്ക് ചെയ്യാം. 10% ആണ് പ്രോവിഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സാധാരണ പറഞ്ഞ പോലെ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ ആണ്, ടെക്നിക്കലായിട്ടും കൂടെ ഉള്ള വ്യൂ ആണ്. പക്ഷേ ടെക്നിക്കലാണെങ്കിൽ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ധൈര്യം വാങ്ങാം, പൈസ നഷ്ടപ്പെടില്ല. പക്ഷേ ഷോർട്ട് ടേമിൽ റിസ്ക്കും ഉണ്ട്. അപ്പോൾ ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസിൽ കാര്യം ഇപ്പോൾ അടിച്ചു പോകും, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് പറയാത്തത്. അപ്പോൾ 187 മുതൽ 193 വരെ നിങ്ങൾക്ക് സ്റ്റോക്ക് ബുക്ക് ചെയ്യുക. അതായത് 10% മേലെ 10, 12, 13% സ്റ്റോക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് യൂഷ്വൽ ഇത് എൻ്റേതായ പേഴ്സണൽ വ്യൂ ആണ്. അത് സ്വന്തമായി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വൈസ് ആരെങ്കിലും അവരോട് ചോദിച്ചിട്ട് മാത്രം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.